ഹായ് 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 ഷമീം മാഷാണ്. ഇന്ന് മാഷ് വന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം കൊണ്ടാണ്. നമ്മളിത് 6ാം ക്ലാസ്സിൽ ഈ ചോദ്യം ചോദിക്കാതെ ചോദ്യ പേപ്പറുകൾ ഇല്ലാന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതുപോലെ 7ാം ക്ലാസ്സിലാവട്ടെ, അവിടെയും ഈ ചോദ്യങ്ങൾ ഇഷ്ടം പോലെ തവണ ചോദിക്കാറുണ്ട്. USS എക്സാം ആവട്ടെ, അതിലും ഇഷ്ടം പോലെ തവണ ഈ ചോദ്യം ചോദിക്കാറുണ്ട്. അത്രയും പ്രധാനപ്പെട്ട ഒരു ചോദ്യം നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് മാഷ് ഓടി വന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള വീഡിയോ ഒക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ആ കാര്യം നിങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ അറിയിക്കണം. എങ്കിൽ മാത്രം മാഷ് ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ആയിട്ട് വരുള്ളൂ. അതുപോലെ നിങ്ങൾ ചെയ്യേണ്ടത് എപ്പോഴും വീഡിയോ കാണുന്നതിന് മുമ്പേ ഇത്തരത്തിലുള്ള വീഡിയോസ് വേണമെങ്കിൽ വീഡിയോ ലൈക്ക് അടിക്കും. ഇതോടെ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും, എല്ലാ 6ാം ക്ലാസ് പഠിക്കുന്ന ഫ്രണ്ട്സിനും ഈ വീഡിയോ ഷെയർ ചെയ്യണം. ഷെയർ ചെയ്തതിന് ശേഷം വേണം നമ്മൾ കാണാൻ. എങ്കിൽ മാത്രം ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ഇങ്ങോട്ട് എത്താട്ടോ. മാഷ് പിന്നെ ഒരു ചാലഞ്ച് കൂടെ വെക്കാം. ഇപ്പൊ പല സ്ഥലത്ത് മാഷ് കണ്ടുള്ള ഒരു ചാലഞ്ചാണ് കമന്റ് ഇടാം. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നല്ല നല്ല കമന്റുകൾ മാത്രം നിങ്ങൾക്കിത് നമ്മുടെ കമന്റ് ബോക്സിൽ ഇടാം. എന്നിട്ട് ഏറ്റവും കുറവ് ലൈക്ക് കിട്ടുന്ന ആള് വിന്നർ. എങ്ങനെയാണ്? കമന്റ് ബോക്സിൽ ഒരു ചാലഞ്ച് മാഷ് നടത്താണ്. ഏറ്റവും കുറവ് ലൈക്ക് കിട്ടുന്ന ആള് വിന്നർ. അപ്പൊ ഏറ്റവും കുറവ് ലൈക്ക് ആർക്കാണ് കിട്ടുക നോക്കുക, അവരായിരിക്കട്ടെ വിജയ്. ആ രീതിയിലൊരു ചാലഞ്ച് കൂടെ മാഷ് ഇതിന്റെ കമന്റ് ബോക്സിൽ നടത്താണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തെന്ന് വന്നത് പ്രധാനപ്പെട്ട ചോദ്യം പഠിക്കാനല്ലേ. മാഷ് നേരെ ആ ചോദ്യത്തിലോട്ട് കിടക്കാം. എന്താണെന്ന് അറിയോ? ഫൈൻഡ് നമ്പർ ഓഫ് ഫാക്ടേഴ്സ്. ഒരു സംഖ്യയുടെ ഘടകങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ എത്ര ഘടകങ്ങളുണ്ട് ആ സംഖ്യക്ക് എന്ന് കണ്ടുപിടിക്കണം. അതാണ് നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത്. ഇവിടെ നോക്കിക്കേ, ഒരു നമ്പറിന്റെ പ്രൈം ഫാക്ടറൈസേഷൻ ഇവിടെ തന്നിട്ടുണ്ട്, അഭാജ്യ ഘടകം ഇവിടെ തന്നിട്ടുണ്ട്. ഇത് ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ അതിന്റെ ഫാക്ടേഴ്സിന്റെ എണ്ണം, ഘടകങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ. ഒരു പ്രൈം ഫാക്ടറൈസേഷൻ ഉപയോഗിച്ചിട്ട്, അഭാജ്യ ഘടകം ഉപയോഗിച്ചിട്ട് എങ്ങനെ ഘടകങ്ങളുടെ എണ്ണം, ഫാക്ടേഴ്സിന്റെ എണ്ണം കണ്ടുപിടിക്കാന്ന് അറിയോ? എന്താണ് സംഖ്യന്റെ പ്രൈം ഫാക്ടറൈസേഷൻ? 2 × 2 × 2. ഇതിൽ ഏതൊക്കെ നമ്പേഴ്സാ ഉള്ളത്? 2കൾ മാത്രമേ ഉള്ളൂ. ഒരേപോലുള്ള ആൾക്കാർ എണ്ണം എടുക്കാം. ഇതിൽ എന്തൊക്കെയാണുള്ളത്? 2കൾ മാത്രമേ ഉള്ളൂ. എത്ര 2കളുണ്ട്? 3 2കൾ. ഒരേപോലുള്ള ആൾക്കാർ എണ്ണം എടുത്തു. ആ എണ്ണത്തിലോട്ട് 1 കൂട്ടിയാൽ ഫാക്ടേഴ്സിന്റെ എണ്ണം കിട്ടി. ഇതിലെന്താണുള്ളത്? 2കൾ മാത്രമേ ഉള്ളൂ. എത്ര 2കളാണുള്ളത്? 3 2കൾ. അതിലോട്ട് 1 കൂട്ടിയാൽ എന്താ കിട്ടുക? 3 1 കൂട്ടിയാൽ 4 ഫാക്ടേഴ്സ് ആണ് ഈ സംഖ്യക്കുള്ളത്. അങ്ങനെ കിട്ടി. ഒരേപോലുള്ള ആൾക്കാരെ എണ്ണം എടുത്തു. ഇതിലെന്താ ഉള്ളത്? 2കളാണുള്ളത്. എത്ര 2കളുണ്ട്? 1 2 3 2കൾ. ഒരേപോലുള്ള ആൾക്കാരെ എണ്ണത്തിലോട്ട്, ആ 3ലോട്ട് നമ്മൾ എന്ത് ചെയ്തു? 1 കൂട്ടി. അപ്പൊ നമുക്ക് ഫാക്ടേഴ്സിന്റെ എണ്ണം കിട്ടി. എത്ര ഫാക്ടേഴ്സ് ഉണ്ട് ഈ സംഖ്യക്ക്? 4 ഫാക്ടേഴ്സ് ഉണ്ട്. 4 ഫാക്ടേഴ്സ്. അപ്പൊ നമ്മളെ സംഖ്യന്റെ പ്രൈം ഫാക്ടറൈസേഷൻ ഉപയോഗിച്ചിട്ട് ഫാക്ടേഴ്സിന്റെ എണ്ണം കാണാൻ വേണ്ടി പഠിച്ചു. അങ്ങനെയാണെങ്കിൽ വേറെ ടൈപ്പ് ചോദ്യം. ഇത് മറ്റൊരു സംഖ്യയുടെ പ്രൈം ഫാക്ടറൈസേഷൻ ആണ്. എന്താണ്? 2 × 2 × 2 × 3 × 3 ഇതാണ് സംഖ്യന്റെ പ്രൈം ഫാക്ടറൈസേഷൻ. നമ്മൾ നേരത്തെ പഠിച്ചതാണ് എങ്ങനെ പ്രൈം ഫാക്ടറൈസേഷൻ എടുത്തിട്ട് ഫാക്ടേഴ്സിന്റെ എണ്ണം കാണാ. ആ ഒരേപോലുള്ള ആൾക്കാർ എണ്ണം എടുക്കണം. ഇതിൽ എന്തൊക്കെ സംഖ്യകളാണുള്ളത്? 2കളും ഉണ്ട്, 3കളും ഉണ്ട്. എത്ര 2കളുണ്ട്? 3 2കൾ. എത്ര 3കളുണ്ട്? 3 3കൾ. അപ്പൊ നമ്മളിത് ഒരേപോലുള്ള ആൾക്കാർ എണ്ണം എടുത്തു. ഒരേപോലുള്ള ആൾക്കാരുടെ എണ്ണത്തിലോട്ട് 1 കൂട്ടിയാലാണ് ഫാക്ടേഴ്സിന്റെ എണ്ണം കിട്ടാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. 3ലോട്ട് 1 കൂട്ടിയാല് എന്താണ്? 4. ഇവിടെ 3ലോട്ട് 1 കൂട്ടിയാൽ എന്താണ്? 4. അപ്പൊ 2 4കൾ ഉത്തരമായിട്ട് കിട്ടി. 2 സംഖ്യകൾ ഉത്തരമായിട്ട് കിട്ടിയാല് ഫാക്ടേഴ്സിന്റെ ശരിക്കും എണ്ണം ഏതാണ്? ആ 2 സംഖ്യകളും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് 4 × 4 എത്രേ? 16. 16 ഫാക്ടേഴ്സ് ഉണ്ട് ഈ സംഖ്യക്ക്. അപ്പൊ എങ്ങനെ ഫാക്ടേഴ്സിന്റെ എണ്ണം കാണുക? പ്രൈം ഫാക്ടറൈസേഷൻ ഉപയോഗിച്ചിട്ട് ഒരേപോലുള്ള ആൾക്കാർ എണ്ണം എടുക്കുക. ഒരേപോലുള്ള ആൾക്കാർ എണ്ണത്തിലോട്ട് 1 കൂട്ടിയിട്ട് കിട്ടിയ ഉത്തരങ്ങൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ ആകെ ഫാക്ടേഴ്സിന്റെ എണ്ണം കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇതേപോലത്തെ മറ്റൊരു ചോദ്യം കൂടെ. ഇതും ഒരു സംഖ്യയുടെ പ്രൈം ഫാക്ടറൈസേഷൻ ആണ്, അഭാജ്യ ഘടകമാണ്. എന്താണ്? 2 × 2 × 2 × 5 × 5. ഇത് ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ ഇതിന് എത്ര ഘടകങ്ങൾ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ. എങ്ങനെ കണ്ടെത്തുക? ഒരേപോലുള്ള ആൾക്കാർ എണ്ണം എടുക്കുക. ഇതിൽ എന്തൊക്കെയാണുള്ളത്? 2കളും ഉണ്ട്, 5കളും ഉണ്ട്. എത്ര 2കളുണ്ട്? 3 2കൾ. എത്ര 5കളുണ്ട്? 2 5കൾ. ഒരേപോലുള്ള ആൾക്കാരുടെ എണ്ണത്തിലോട്ട് 1 കൂട്ടുക. 3ലോട്ട് 1 കൂട്ടിയാല് 4 എന്ന് കിട്ടും. 2ലോട്ട് 1 കൂട്ടിയാല് 3 എന്ന് കിട്ടും. ഒരേപോലുള്ള ആൾക്കാരെ എണ്ണം എടുത്തു, അതിലോട്ട് 1 കൂട്ടി.
എന്നിട്ട് കിട്ടിയ ഉത്തരങ്ങൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ ആകെ ഫാക്ടേഴ്സിന്റെ എണ്ണം കിട്ടും. 4 ഗുണിക്കണം 3 എത്രേ? 4 ഗുണിക്കണം 3 12. 12 ഫാക്ടേഴ്സ് ഉണ്ട് ഈ സംഖ്യക്ക്. അങ്ങനെയാണെങ്കിൽ ഒരു ടൈപ്പ് ചോദ്യം കൂടി ഞാൻ തരാം. ഇതെന്താണ്? ഇതും ഒരു സംഖ്യയുടെ പ്രൈം ഫാക്ടറൈസേഷൻ ആണ്, അഭാജ്യ ഘടകമാണ്. എന്താണ്? 2 × 2 × 2 × 7. ഇതിൽ ഒരേപോലത്തെ എത്ര ആൾക്കാരുണ്ട്? ഇതിൽ രണ്ടുകളും ഉണ്ട്, ഏഴുകളും ഉണ്ട്. എത്ര രണ്ടുകളുണ്ട്? 3 രണ്ടുകൾ. എത്ര ഏഴുകളുണ്ട്? 1 ഏഴ്. അപ്പൊ ഒരേപോലുള്ള ആൾക്കാർ എണ്ണം നമ്മൾ എടുത്തു. ഒരേപോലുള്ള ആൾക്കാർ എണ്ണത്തിലോട്ട് 1 കൂട്ടണം. 3ലോട്ട് 1 കൂട്ടിയാല് 4, 1ലോട്ട് 1 കൂട്ടിയാല് 2. ഒരേപോലുള്ള ആൾക്കാർ എണ്ണത്തിലോട്ട് 1 കൂട്ടി. എന്നിട്ട് കിട്ടിയ ഉത്തരങ്ങൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ ആകെ ഫാക്ടേഴ്സിന്റെ എണ്ണം കിട്ടും അല്ലേ? 4ഉം 2ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ? 8 ഫാക്ടേഴ്സ് ഉണ്ട് ഈ സംഖ്യക്ക്. അപ്പൊ എന്തേ ചെയ്തിട്ടുള്ളൂ? ഒരേപോലുള്ള ആൾക്കാർ എണ്ണം എടുത്തു, അതിലോട്ട് 1 കൂട്ടി. എന്നിട്ട് കിട്ടിയ ഉത്തരങ്ങൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു. 4 ഗുണിക്കണം 2 8 ആണ്. 8 ഫാക്ടേഴ്സ് ഉണ്ട് ഈ സംഖ്യക്ക്. അങ്ങനെയാണെങ്കിൽ വേറെ ചോദ്യം. ഇതിനുത്തരം നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടണം, ഞാൻ സഹായിക്കുക എങ്ങനെ ചെയ്യാന്ന്. ഇതെന്താണ്? ഇതും ഒരു സംഖ്യയുടെ പ്രൈം ഫാക്ടറൈസേഷൻ ആണ്. 2 × 2 × 2 × 3 × 5. നമ്മൾ എന്താ ആദ്യം ചെയ്യേണ്ടത്? ഒരേപോലുള്ള ആൾക്കാർ എണ്ണം എടുക്കണം. ഇതിൽ രണ്ടുകളും ഉണ്ട്, 3കളും ഉണ്ട്, 5കളും ഉണ്ട്. എത്ര രണ്ടുകളുണ്ട്? 3 രണ്ടുകൾ. എത്ര 3കളുണ്ട്? 1 3. എത്ര 5കളുണ്ട്? 1 5. അപ്പൊ ഒരേപോലുള്ള ആൾക്കാർ എണ്ണം എടുത്തു. ഒരേപോലുള്ള ആൾക്കാർ എണ്ണത്തിലോട്ട് 1 കൂട്ടണം. 3ലോട്ട് 1 കൂട്ടിയാല് 4, 1ലോട്ട് 1 കൂട്ടിയാല് 2, വീണ്ടും 1ലോട്ട് 1 കൂട്ടിയാല് 2. അപ്പൊ 3 സംഖ്യകൾ ഉത്തരമായിട്ട് കിട്ടി. കിട്ടിയ ഉത്തരങ്ങൾ തമ്മിൽ എന്ത് ചെയ്താൽ ആകെ ഫാക്ടേഴ്സിന്റെ എണ്ണം കിട്ടുക? തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താല്. അപ്പൊ 4 × 2 × 2 4 × 2 × 2 ചെയ്താൽ എത്രയാണോ ഉത്തരം അത്രയും ഫാക്ടേഴ്സ് ഉണ്ട് ഈ സംഖ്യക്ക്. 4 × 2 8, 8 × 2 എത്രയാണ്? എത്ര ഫാക്ടേഴ്സ് ഉണ്ട് ഈ സംഖ്യക്ക് എന്നുള്ള കാര്യം നിങ്ങളുടെ കമന്റ് ബോക്സിൽ ഇടാം കേട്ടോ. ഇത്തരത്തിലുള്ള വീഡിയോസ് യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കാര്യം കമന്റ് ബോക്സിൽ അറിയിക്കണം. എങ്കിലും മാഷ് ഇത്തരത്തിലുള്ള കുറേ വീഡിയോസ് ആയിട്ട് വരുള്ളൂ. പിന്നെ കമന്റ് ബോക്സിൽ എടുക്കുന്ന ചാലഞ്ചിന്റെ കാര്യം ആരും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ അതിന്റെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും വീഡിയോ ലൈക്ക് അടിക്കാനും ആരും മറക്കരുത്. അങ്ങനെ മാഷ് ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് വീണ്ടും വരാം. നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിലും അതുപോലെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പഠിക്കാനായിട്ട് നിങ്ങൾ ലൈവിലോട്ട് വരുന്നേ. നമുക്ക് എന്തായാലും ലൈവിലൊക്കെ ആയിട്ട് കാണാം. ബൈ ബൈ.